നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം UDF യോഗം പൂർത്തിയായിരിക്കുന്നു. അതിനുശേഷം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് UDF കൺവീനർ ഉൾപ്പെടെ എത്തുന്നതാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. അല്പസമയത്തിനകം ബ്രീഫിംഗ് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യ ഫലം വന്നതിന് ശേഷമുള്ള യോഗമാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നത്. മന്ത്രിസഭാ രൂപീകരണം അതൊക്കെ പ്രധാന ചർച്ചയായ യോഗം കഴിഞ്ഞതിന് ശേഷം UDF കൺവീനർ ഉൾപ്പെടെ വന്നിരിക്കുന്നു. അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. UDF കൺവീനറുടെ വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കുകയാണ് നമ്മൾ. എന്താണ് ഉണ്ടായിട്ടുള്ള തീരുമാനം? നാളെ രാവിലെ കാണുമെന്നാണ് കാർത്തിക്കിനോട് മാണി കാപ്പൻ പറഞ്ഞതെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും ഓഡിയോയിൽ എന്തോ പ്രശ്നമുണ്ട്. VD സതീശൻ കൊച്ചിയിലേക്ക് പോകുന്നു. 6 മണിയുടെ ഫ്ലൈറ്റിന് പോകണം. നാളെ അദ്ദേഹം രാവിലെ മടങ്ങി വരും. ബാക്കി ചർച്ചകൾ ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ലേ കാര്യങ്ങളെന്ന് സംശയം തോന്നുന്നുണ്ട്. കാരണം നാളെ രാവിലെ വീണ്ടും യോഗം ചേരുമെന്ന സൂചനകളാണ് നൽകുന്നത്. KPCC അധ്യക്ഷൻ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വരും. അതൊക്കെ നാളെ തീരുമാനിക്കും. അത്രേ ഉണ്ടായിരുന്നു. ഇല്ല, എല്ലാ കാര്യങ്ങളും കോൺഗ്രസിന്റെ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നാളെ കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ്. നാളെ ഞങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതിന് ശേഷം ആ തീരുമാനങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. ഇല്ല, അല്ലല്ല, നേരിട്ട് കണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഇവിടെ വെച്ചാൽ UDF യോഗം പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ തീരുമാനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. നാളെ രാവിലെ വീണ്ടും യോഗം ചേരും. 6 മണിക്ക് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കൊച്ചിയിലേക്ക് പോകും. അദ്ദേഹം നാളെ രാവിലെ മടങ്ങിയെത്തിയതിനു ശേഷം വീണ്ടും യോഗം ചേരുമെന്നതാണ് പറയുന്നത്. ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.